വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 7-8 വാക്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠനത്തിന് വിധേയമാക്കുന്നത്. ആ വാക്യങ്ങൾ വായിക്കുന്നു. 4-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരികയെന്ന് 4-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. 8-ാമത്തെ വാക്യം, അപ്പോൾ ഞാൻ മഞ്ഞ നിറമുള്ള ഒരു കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവന് മരണം എന്നു പേർ. പാതാളം അവനെ പിന്തുടരുന്നു. അവർക്കു വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും മഹാവ്യാധി കൊണ്ടും ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ടും കൊന്നുകളയുവാൻ ഭൂമിയുടെ കലശത്തിന്മേൽ അധികാരം ലഭിച്ചു. ഈ 7-ാം വാക്യത്തിൽ ക്രിസ്തു 4-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരികയെന്ന് 4-ാം ജീവി പറയുന്നത് യോഹന്നാൻ കേട്ടു. അപ്പോൾ യോഹന്നാൻ മഞ്ഞ നിറമുള്ള കുതിരയെ കണ്ടു എന്നാണ് തുടർന്ന് വായിക്കുന്നത്. ഈ കുതിരയിൽ ഡെഡ് ബോഡിയുടെ നിറമായ മഞ്ഞളിപ്പ് കാണാം. ഇത് ഭീതി, രോഗം, മരണം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വെളിപ്പാട് 8:7, 9:4, മർക്കോസ് 6:39. വലിയ യുദ്ധങ്ങളുടെ പിന്നാലെ വലിയ ക്ഷാമവും അതിന് പിന്നാലെ പകർച്ചവ്യാധിയും ഉണ്ടാകും. ഇത്തരണത്തിൽ ഏതു മുഖവും വിളറിയിരിക്കുന്നു എന്ന് ഇരമ്യാവ് പറഞ്ഞിരിക്കുന്നത് എത്രയോ സത്യമാണ്. ഇരമ്യാവ് 30:6. തുടർന്ന് നമ്മൾ വായിക്കുന്നത്, അതിന്മേൽ ഇരിക്കുന്നവന് മരണം എന്നു പേർ. 1, 2, 3 കുതിരപ്പുറത്തിരിക്കുന്നവൻ്റെ പേര് പറയാതിരിക്കുമ്പോൾ 4-ാമത്തെ കുതിരപ്പുറത്തിരിക്കുന്നവൻ്റെ പേര് പറയുന്നു. ഈ വിളറിയ കുതിരയുടെ മീതെ മരണം സഫാരി ചെയ്യുന്നു. ഇന്നത്തെ എയ്ഡ്സ് ഇതിൻ്റെ മുൻഗാമിയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അടുത്തതായി നമ്മൾ ഈ വാക്യത്തിൽ കാണുന്നത്, മരണത്തെ പാതാളം പിന്തുടരുന്നു. പാപത്തിൻ്റെ ശമ്പളമായ മരണം ബന്ധിച്ചു കൊണ്ടുവന്നവരെ സ്വീകരിപ്പാൻ പാതാളം നീട്ടിയ ഭുജങ്ങളുമായി വായ് തുറന്ന് കിടക്കുന്നു. മരണവും പാതാളവും പിരിയാത്ത സ്നേഹിതന്മാരാണ്. മരണം ശരീരത്തെയും പാതാളം മരിച്ച ആളിൻ്റെ ആത്മാവിനെയും സ്വീകരിക്കുന്നു. ധനവാൻ്റെ ആത്മാവ് പോയ സ്ഥലം ഇതാണ്. ലൂക്കോസ് 16:23. ബൈബിൾ വീക്ഷണത്തിൽ മരണത്തെ 3 നിലയിൽ കാണാം. 1, ശാരീരിക മരണം, എബ്രായർ 9:27. 2, ആത്മീക മരണം, എഫീസർ 2:1. 3, നിത്യമരണം, വെളിപ്പാട് 20:15, 21:8. ഇതിൽ ശാരീരിക മരണം 2 വിധത്തിലാണ്. 1, ക്രിസ്തുവിൽ മരിക്കുക. 2, പാപത്തിൽ മരിക്കുക. പാപത്തിൽ മരിക്കുന്നവൻ നേരത്തെ ആത്മീക മരണം സംഭവിച്ചവനാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ, ആത്മീക മരണത്തിൽ തുടരുന്നവൻ പാപത്തിൽ മരിച്ച് യാതനയുള്ള പാതാളത്തിൽ വസിച്ച് ഒടുവിൽ നിത്യമരണത്തിന് വിധേയരാകുന്നു. ഈ കാര്യം തിരുവചനം നമ്മെ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. ഒരാൾ 1 മാത്രം ജനിച്ചാൽ അവന് 3 മരണം ഉണ്ട്. 1, ആത്മീക മരണം. 2, ശാരീരിക മരണം. 3, നിത്യമരണം. ഒരാൾ 2 പ്രാവശ്യം ജനിച്ചാൽ അഥവാ വീണ്ടും ജനിച്ചാൽ അവൻ ഒരുപക്ഷെ ക്രിസ്തുവിൻ്റെ വരവ് താമസമെങ്കിൽ ശാരീരിക മരണം സംഭവിക്കും. അത് ബൈബിൾ വീക്ഷണത്തിൽ മരണമല്ല, നിദ്രയാണ്, അല്ലെങ്കിൽ വിശ്രമമാണ്. പൗലോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ലാഭമാണ്. യോഹന്നാൻ 11:14 വരെ, 1 തെസ്സലോനിക്കർ 4:13, ഫിലിപ്പിയർ 1:21. അടുത്തതായി നാം ഈ വാക്യത്തിൽ വായിക്കുന്നത്, അവർക്ക് വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും മഹാവ്യാധി കൊണ്ടും ഇങ്ങനെ പറഞ്ഞ് കൊന്നുകളയുവാൻ അധികാരം ലഭിച്ചു. ഭൂമിയിൽ നടക്കുവാൻ പോകുന്ന ഏതോ വലിയ പകർച്ചവ്യാധിയെ ഈ പ്രതിഭാസം കാണിക്കുന്നു. യെശയ്യാവ് 5:13-16 വരെ. മരണം സംഭവിക്കുന്നത് വാൾ അഥവാ ആയുധങ്ങൾ കൊണ്ടാണ്. ക്ഷാമം ഉണ്ടാകുന്നത് കൃഷികൾ നശിച്ചതുകൊണ്ടാണ്. മഹാവ്യാധി ഉണ്ടാകുന്നത് ശുചീകരണം ഇല്ലാത്തതുകൊണ്ടാണ്. കാട്ടുമൃഗങ്ങളുടെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് അതിൻ്റെ ആവാസം മനുഷ്യർ കയ്യേറിയതുകൊണ്ടാണ്. ഇതിനെക്കുറിച്ച് യെഹെസ്കേൽ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. യെഹെസ്കേൽ 14:21. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ യെരൂശലേമിൽ നിന്ന് മനുഷ്യരെയും മൃഗങ്ങളെയും ഛേദിച്ചു കളയേണ്ടതിന് വാൾ, ക്ഷാമം, ദുഷ്ടമൃഗം, മഹാമാരി എന്നിങ്ങനെ അനർത്ഥകരമായ ന്യായവിധികൾ 4 കൂടെ അയക്കും. ഒടുവിലായി നമ്മൾ ഈ വാക്യത്തിൽ കാണുന്നത്, ഭൂമിയുടെ കലശത്തിന്മേൽ അധികാരം ലഭിച്ചു. ഭൂഗോളത്തിൻ്റെ 4/1 ഭാഗത്ത് ഈ ബാധ ഉണ്ടാകുമെന്ന് സൂചിപ്പിക്കുന്നു. ഈ ഭയങ്കര നാശത്തിന് മുമ്പേ ക്രിസ്തുവിൻ്റെ മണവാട്ടിയായ സഭ എടുക്കപ്പെടും എന്നുള്ളത് എത്രയോ പ്രത്യാശ നൽകുന്നതാണ്, ആശ്വാസകരമാണ്. തുടർന്ന് നമുക്ക് നാളെ വെളിപ്പാട് പുസ്തകം 6:9-11 വരെയുള്ള വാക്യങ്ങൾ പഠനത്തിന് വിധേയമാക്കാം. താങ്ക് യു സോ മച്ച്.